നമസ്കാരം, എല്ലാവർക്കും ഗൗതം റിയാക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മുടെ ലാലേട്ടന്റെ അവസാനത്തെ എപ്പിസോഡാണ്, അതായത് വീക്കെൻഡിലെ അവസാനത്തെ എപ്പിസോഡായിരുന്നു കേട്ടോ കഴിഞ്ഞത്. ഇതില് പറയത്തക്കതായിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ഡിസ്കസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ആദിലയും അനീഷും തമ്മിലുള്ള പ്രശ്നത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. അത് നമുക്ക് തുടർന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ പറയാം. അതേപോലെ തന്നെ നമ്മുടെ ഷാനവാസും അനീഷും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ആഴ്ച നടന്ന ടാസ്കുകളെ കുറിച്ച് സംസാരിച്ചു. പറയത്തക്കതായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഒരു ആവറേജ് രീതിയിൽ അങ്ങ് ചോദിച്ചു വിടുകയായിരുന്നു ചെയ്തത്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2 എവിക്ഷൻ ആണ് ഇന്ന് നടന്നത്. ഇതില് 2 പേരിൽ ഒരാൾ ജിഷിനും ഒരാൾ അഭിലാഷും ആയിരുന്നു കേട്ടോ. അപ്പൊ ഇതില് ജിഷിനെ കുറിച്ച് തന്നെ നമുക്ക് ആദ്യം സംസാരിക്കാം. ജിഷൻ ഒരു വൈൽഡ് കാർഡ് ആയിട്ട് വന്ന ആളാണ്. എനിക്ക് തോന്നുന്നു ഒരു 3 ആഴ്ച അല്ലെ, 3 ആഴ്ചയോളം, അതെ 3-4 ആഴ്ചയോളം ആള് നിന്നു. പക്ഷെ ആള് നല്ലൊരു സ്ട്രോങ് പ്ലെയർ, അതായത് വൈൽഡ് കാർഡുകളിൽ വന്നതിൽ വെച്ച് നോക്കുകയായിരുന്നെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു നമ്മുടെ ജിഷൻ എന്ന് വേണം പറയാനായിട്ട്. അതായത് ജിഷിന്റെ ഗെയിം എന്ന് പറയുമ്പോൾ വന്ന സമയത്ത് ഭയങ്കര ഇച്ചിരി വയലന്റ് ആയിട്ടൊക്കെയാണ് നിന്നെങ്കിലും പോകെ പോകെ ആൾ ഇച്ചിരി ടാസ്കിലൊക്കെ നല്ല ആക്റ്റീവും നല്ല കണ്ടന്റ് കൊടുക്കുന്ന ഇച്ചിരി കോമഡി ആയിട്ടും പിന്നെ ഇടയ്ക്ക് ഇച്ചിരി പൊട്ടത്തരൊക്കെ കാണിക്കുമെങ്കിലും അതും ഒരു കണ്ടന്റ് ആയിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. അതായത് ജിഷൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ വന്ന 2 ദിവസം കുറച്ച് അഗ്രസീവ് ആയിരുന്നു, പിന്നെ ഈ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളത്. ജിഷിനെ കുറിച്ച് പറയാനാണെങ്കിൽ അവിടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരു ഗ്രൂപ്പിന്റെയോ ഒരാളുടെയോ ഒരു ഫേവറേറ്റ് ആയിട്ട് ഒന്നും മാറാതെ ആൾക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങള് ചോദിക്കുന്ന ഒരാളായിരുന്നു ജിഷൻ. അവിടെ ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മുടെ സാബുമാൻ, ലക്ഷ്മി, ഗിസയില് ഒക്കെ ഇരിക്കുന്നിടത്ത് നമ്മുടെ ജിഷൻ പോയത് ഭയങ്കര ഒരു അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ എന്ന് മാത്രമേ അതിൽ പറയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നത് PR വർക്കിന്റെ കുറവ് കാരണമായിരിക്കും. കാരണം ജിഷിന് നല്ല PR ഒക്കെ കൊടുത്ത് വന്നിരുന്നെങ്കിൽ മേ ബി നന്നായിട്ട് പോയേനെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഔട്ടായത് എവിക്റ്റ് ആയത് അഭിലാഷാണ്. അതും ഇതേപോലെ തന്നെയാണ്. അഭിലാഷ് കുറച്ച് സേഫ് ഗെയിം ഒക്കെ കളിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചിലയിടത്തൊക്കെ ഇച്ചിരി ആള് ഒരു സൈലന്റ് ആയിട്ടാണ് ഇരുന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ എങ്കിൽ കൂടിയും മറ്റുള്ളവരെ വെച്ച് ഇപ്പൊ നിലവിലിരിക്കുന്നവരെ വെച്ച് തമ്മിഭേദം എന്ന രീതിയിൽ നല്ല രീതിക്ക് ആക്റ്റീവ് ആയിരുന്നു. അതേപോലെ ഗെയിമും കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും എനിക്ക് പക്ഷെ അഭിലാഷ് എവിക്റ്റ് ആയത് നോർമൽ ആയിട്ടാണ് കേട്ടോ തോന്നിയത്. കാരണം അഭിലാഷിന്റെ ഉള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് അഭിലാഷ് എപ്പോഴും ഒണിയലിന്റെ കൂടെ നിന്നിട്ടാണ് ഗെയിം ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഒണിയൽ പൊങ്ങി വരികയും അഭിലാഷ് താന്നു പോവുകയാണ് ചെയ്തത്. മാത്രമല്ല അഭിലാഷിന് സ്വന്തമായിട്ടുള്ള ഒരു കണ്ടന്റോ ഒന്നും ഇതുവരെ ബിഗ് ബോസ് വീട്ടിലില്ല. കാരണം അഭിലാഷ് എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ ഇടയ്ക്ക് 1-2 ഡയലോഗ് വന്ന് പറയും. ആ ഡയലോഗ് തന്നെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള സംസാരത്തിലേക്ക് പോവുകയും ഒക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതല്ലാതെ അഭിലാഷിന് അങ്ങനെ ഒരു കണ്ടന്റ് പറയത്തക്കതായിട്ട് ഇപ്പൊ ഒരു ഫാക്ടറി ടാസ്ക് ഒക്കെ തന്നെ നോക്കുകയാണെങ്കിലും അതില് ഒണിയലിന്റെ അക്ബറിന്റെ കൂടെ നിന്നു എന്നുള്ളതല്ലാതെ വലിയൊരു കോൺട്രിബ്യൂഷൻ അഭിലാഷിന്റെ കയ്യിൽ നിന്ന് വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ നോക്കുവാണെങ്കിൽ പിന്നെ സാബുമാൻ വരുമ്പോ സാബുമാന്റെ കാര്യം എടുക്കുമ്പോഴും പിന്നെ ലക്ഷ്മിയുടെ കാര്യം എടുക്കുവാണെങ്കിലും പിന്നെ ഇത്രയും നാള് നിന്നതിന്റെ ഒരു ഇത് വെച്ചിട്ട് മുൻഗണന നമുക്ക് അഭിലാഷിനെ തന്നെ കൊടുക്കാനേ പറ്റത്തുള്ളൂ. ഇത്രയും ദിവസം നിന്നതിന്റെ പേര്, അല്ലാതെ വേറൊന്നും ഇല്ല. പക്ഷെ ജിഷിനെയും അഭിലാഷിനെയും കമ്പയർ ചെയ്യുമ്പോൾ ജിഷിൻ തന്നെയായിരുന്നു നല്ല രീതിക്ക് ആക്റ്റീവും ഇതൊക്കെയായിരുന്നു. പക്ഷെ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർ 2 അൺഫെയർ ആയിട്ട് തോന്നി. പിന്നെ പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്താന്ന് വെച്ചാൽ ഇന്ന് നടന്ന ചില കാര്യങ്ങളില് ഈ ഒണിയൽ ഇനി ആരുടെ കൂടെ ഗെയിം കളിക്കും എന്നുള്ളതായിരുന്നു നമുക്ക് നോക്കേണ്ടത്. ഇന്നത്തെ ഒരു ഫൈനൽ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഒണിയൽ മിക്കവാറും അനു ആ ഒരു ഗ്യാങ്ങിന്റെ കൂടെ കയറും എന്നാണ് തോന്നുന്നത്. എങ്കിൽ തന്നെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു അങ്ങോട്ടുള്ള ബിഗ് ബോസ് ആയിരിക്കും നമുക്ക് ഇനി കാണേണ്ടി വരിക. കാരണം എന്താന്ന് വെച്ചാല് ഒരു വലിയ ഗ്രൂപ്പാണ് ഇപ്പുറം ഉള്ളത്. അതായത് നമ്മുടെ ഷാനവാസ്, ആദില, നൂറ, അനു, ബിന്നി, അനീഷ് ചിലപ്പോ അനീഷ് പിന്നെ ഷാനവാസ് എങ്ങനെയെങ്കിലും പിടിച്ചിടും. ഇങ്ങനെയുള്ളടത്ത് ഒണിയലും കൂടെ കയറി കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡ് നോക്കുവാണെങ്കിൽ സാബുമാനും നെവിന്റെ കാര്യത്തിലും നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. നെവിനും ഇവരുടെ കൂടെ നിൽക്കും, അവിടെ നിൽക്കും. പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ അക്ബറും ലക്ഷ്മിയും നമ്മുടെ സാബുമാനും മാത്രമേ ഉള്ളൂ ഇപ്പുറത്തെ സൈഡില്. അപ്പം എല്ലാം ഒരു ഗ്രൂപ്പിൽ എന്നുള്ളൊരു രീതിയിലേക്ക് പോകുമോ എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ അത് കാണാൻ ഒരു രസം ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഒണിയൽ ഇനി ആരുടെ കൂടെ നിന്ന് ഗെയിം കളിക്കും എന്നുള്ളത് അറിയാം. കാരണം ഈ ഒണിയലും അഭിലാഷും എന്നുള്ളത് എല്ലാ ദിവസവും നിങ്ങൾക്ക് നോക്കി അറിയാം ലൈവില് നൈറ്റ് കണ്ടന്റ് എന്ന് പറയുന്ന ഇവരാണ്. കാരണം ഇവരുടെ ഗെയിം പ്ലാനും ഡിസ്കഷനും ഒക്കെയാണ്. ഒന്നും നടക്കത്തില്ല, പക്ഷെ
ഭയങ്കര വലിയ എന്തോ സംഭവങ്ങളാണ് രണ്ടുപേരും എന്നുള്ള രീതിയിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നവരാണ് ഇവര്. അപ്പൊ ഇതിൽ ഒരാൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒണിയലിന് അത് ഭയങ്കര ഒരു ഷോക്കാണ്. ഒണിയലിന്റെ ഗെയിം ഇനിയിപ്പോ ഇവിടെ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അതൊന്ന് കാണണം. ഒണിയൽ ഇനി എങ്ങനെയാണ് ഗെയിം കളിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഒണിയൽ ആദ്യത്തെ രീതിയിൽ ഗെയിം കളിച്ചാൽ ഒണിയലിന് നല്ലതായിരിക്കും. പിന്നെ അതല്ല വേറൊരു ഗ്രൂപ്പിൽ കയറിയിട്ടുള്ള ഗെയിം ആണെങ്കിൽ വളരെയധികം മോശമായിരിക്കും ഒണിയലിന്റെ ഗെയിം. അത് പിന്നെ അതേപോലെ തന്നെ ഒണിയലിന്റെ ഒറ്റയ്ക്ക് നിന്നുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല പക്കയായിരുന്നു. പക്ഷെ ഇനിയിപ്പോ എങ്ങനെ ആണെന്ന് അറിയത്തില്ല. എന്തായാലും ഗ്രൂപ്പിൽ കയറുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. പിന്നെ ഇവിടെ പറയാനുള്ളതാണെങ്കിൽ ആര്യന്റെയും ഗുസൈലിന്റെ കാര്യം, അവർക്ക് ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഇത്രയൊക്കെ ഹിന്റും കാര്യങ്ങളും കിട്ടി കഴിഞ്ഞിട്ടും അവർക്ക് ഒരു മാറ്റം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് അക്ബർ ചോദിക്കുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട്, ആര്യം പറയുന്നുണ്ട് ക്ലിയർ അല്ല എന്താണെന്നുള്ളത്, ഫ്രണ്ട്ഷിപ്പിന് മേലെയാണെന്ന് പറയുന്നുണ്ട്. എങ്ങോട്ടാണ് എന്താണ് ഉദ്ദേശം എന്നുള്ളത് ഒരു കാര്യത്തിൽ മനസ്സിലാവുന്നില്ല. പക്ഷെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കട്ടെ, നല്ല ബോണ്ടിങ്ങിൽ ഇരിക്കട്ടെ എന്നല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റില്ല. അവർക്ക് എന്ത് വന്നാലും ഇന്നലെ ആദില പറഞ്ഞ കണക്ക് ആ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അവർ തന്നെയാണ് അനുഭവിക്കാൻ പോകുന്നത്. പിന്നെ അനുവിന്റെ കാര്യത്തില് എന്താണ് 50-55 ദിവസമായി അനുവിന്റെ ഗെയിം കളിച്ചുകൂടെ? ഇനിയും ഗെയിമിലല്ല, മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യത്തില്, അതും ചീള് കേസ്. അതെ, വീണ്ടും വീണ്ടും തലയിട്ടിട്ട് ഓരോ കാര്യങ്ങൾ നോക്കുക. ഷാനവാസ് എന്തായാലും നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്നിട്ടൊന്നും തലയിൽ കയറാൻ പോകുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ ഇന്ന് ആദ്യം തന്നെ നമ്മുടെ ലാലേട്ടൻ ആദിലയുടെയും അനീഷിന്റെയും വിഷയമാണ് ഇതിൽ സംസാരിക്കുന്നത്. അതായത് ആദില അനീഷിന്റെ മുതുകത്ത് അടിച്ചല്ലോ, അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പം ആദിലയോട് ചോദിക്കുന്നത് എന്താണ് ഇത്ര അഗ്രഷൻ എന്ന് ചോദിക്കുമ്പം ലാലേട്ടൻ ചോദിക്കുമ്പോൾ നമ്മുടെ ആദില പറയുന്നുണ്ട്, പെട്ടെന്ന് ഇങ്ങനെ എന്നെ ഉന്തിയപ്പോ എനിക്ക് പെട്ടെന്ന് ഷോക്കായി വന്നു പോയതാണെന്ന് പറയുന്നുണ്ട്. അനീഷിനോട് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ആദില മിക്കപ്പോഴും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന, പാത്രം എടുത്ത് കൊട്ടുക, അതേപോലെ ഈ നമ്മുടെ ലോഷൻ എടുത്ത് ഒഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന ആളെ വന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിലപ്പോ ചില നേരത്ത് നമുക്കതൊരു പേഴ്സണൽ ഗ്രഡ്ജ് കാരണമാണ് ചെയ്യുന്നതായിട്ട് തോന്നുന്നു നമ്മുടെ ആദിലയെ കുറിച്ച് അനീഷ് പറയുന്നുണ്ട്. അപ്പൊ ആദില പറയുന്നത് അങ്ങനെയൊന്നുമല്ല, ഒരു ഫണ്ണായിട്ട് ചെയ്ത എല്ലാ കാര്യവും ആദില പറയുന്ന ഫണ്ണായിട്ട് ചെയ്തു കേട്ടോ. അത് ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിപ്പോ നമുക്കിന്ന് ക്ലിയർ ആയിട്ട് അത് കാണാമായിരുന്നു. നമ്മുടെ ഷാനവാസ് ആണെങ്കിലും നൂറയാണെങ്കിലും അനുവാണെങ്കിലും പറയുന്നത് ആദില ചെയ്യുന്നതൊക്കെ ഫണ്ണാണ്, ഒരു തമാശക്കാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ റിയാക്ഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നില്ല, നമുക്ക് തോന്നുന്നില്ല. അതെ, സംസാരവും റിയാക്ഷനും കാണുമ്പോൾ നമുക്ക് അറിയാൻ എന്തായാലും മനസ്സിലാവൂല്ലോ അത്. അതെ, അപ്പൊ എന്തായാലും അനീഷ് പറയുന്നുണ്ട്, അപ്പം ഈ ഇടി കൊടുത്തല്ലോ, അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദില പറയുന്നത് എന്താന്ന് വെച്ചാൽ അതൊരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു. അതായത് എനിക്ക് ചെയ്തതിന് തിരിച്ചുള്ള ഒരു ഇതായിട്ട് കൊടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ലാലേട്ടൻ പറയണു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടനെയാണ് വരുന്നത്, അല്ലാതെ 2 ദിവസം കഴിഞ്ഞിട്ടല്ല നമുക്കത് തോന്നി കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോഴും പറയുന്നത് ഞാൻ എൻ്റെ ജിമ്മിലും ഇങ്ങനെയാണ്, എനിക്ക് പെട്ടെന്ന് വേദനയ്ക്കാണെങ്കിൽ ജിം ട്രെയിനറെയൊക്കെ ഞാൻ പിടിച്ച് ഉന്താറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം 100 എണീച്ച് എന്നിട്ട് പറയുന്നുണ്ട്, ഷാനവാസ് എണീച്ച് എന്നിട്ട് പറയുന്നുണ്ട് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നുന്നുണ്ട്, ഇത് ഭയങ്കര ബോറായിട്ട് തോന്നുന്നുണ്ട്, 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട്, 100 ചെയ്യുന്നതിലും തെറ്റുണ്ട്. അതേപോലെ തന്നെ ഒരാളെ 1-2 വട്ടം വിളിക്കുക, പിന്നെ നിന്ന് വിളിച്ച് ഇറിറ്റേറ്റ് ചെയ്യേണ്ട കാര്യം അനീഷിനും ഇല്ലെന്ന് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട്. പിന്നെ ഷാനവാസ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദിലയ്ക്ക് അത് സ്നേഹമുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്, സ്നേഹം കൂടുന്നവരെയാണ് ഇറിറ്റേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ ലാലേട്ടൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ, അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ സ്നേഹം അനീഷിനോട് മാത്രമാണോ ആദിലയ്ക്ക് എന്ന് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ 100 എടുത്ത് ചോദിക്കുമ്പോൾ 100 പറയുന്നുണ്ട് അങ്ങനെയാണ്, ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആളെടുത്ത് അവള് തമാശക്ക് ചെയ്യുന്ന, എന്നെയും വീട്ടിൽ ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ പ്രമോയില് കാണുന്ന കണക്ക് 100 എങ്ങനെ സഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പെട്ടുപോയി എന്ന് പറയുന്നത്. ഈ പെട്ടുപോയി എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ചെറിയൊരു കാര്യമാണ്, പക്ഷെ നമ്മുടെ ഇന്റർനെറ്റിലാണല്ലോ ഇത്, ഫുൾ കമന്റ്സിലാണെങ്കിലും കുറെ ആൾക്കാർ എടുത്തു വെച്ച് ആഘോഷിക്കുന്നുണ്ട്, ഇവരൊന്ന് പിരിഞ്ഞു കാണാൻ. അതെ അതെ, ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതില് പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്
ആര്യൻ അവിടെ ഇരുന്ന് ഭയങ്കരമായ ഉരുളോട് പുച്ഛിടുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പറയുമ്പോ. അപ്പൊ ഉടനെ ലാലേട്ടനെ വിളിച്ചിട്ട് ആര്യന്റെ അടുത്ത് ചോദിക്കുന്നത്, എന്താ മോനെ പറയുമ്പോ നമ്മുടെ ആര്യ പറയുന്നുണ്ട്, അല്ല ഞാനിവിടെ പല കാര്യങ്ങളും കാണിക്കാറുണ്ട് ലാലേട്ട, പക്ഷെ ഇവര് അതൊന്നും തമാശക്ക് കാണത്തില്ല, അതിലെന്തെങ്കിലുമൊക്കെ ചെയ്താൽ തമാശക്ക് കാണിക്കും. അപ്പൊ ഞാൻ ഇനി നാളെ തൊട്ട് ഇതേപോലെ ഓരോ തമാശ കാണിക്കും, അപ്പൊ ഇവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു കാരണം എന്ന് നമ്മുടെ ആര്യനും പറയുന്നുണ്ട് കേട്ടോ. അപ്പോ നമ്മുടെ ഈ ലാലേട്ടനും പറയുന്നുണ്ട് കേട്ടോ, അത് ശരിയാ, നമുക്ക് അത് എല്ലാം തമാശ രീതിയിൽ എടുക്കാൻ പറ്റില്ല, ചിലതൊക്കെ സീരിയസ് ആയിട്ടും പോകുന്നുണ്ട്, അപ്പൊ ശ്രദ്ധിച്ച് മാത്രം ചെയ്യാന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഷാനവാസിന്റെയും അനീഷിന്റെയും കുറിച്ച് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതായത് അനീഷു എന്ന് പറഞ്ഞല്ലോ ക്യാമറയുടെ മുമ്പിലും നമ്മുടെ ഷാനവാസിന് ഇനി ഫ്രണ്ടായിട്ട് എടുക്കാൻ പറ്റില്ല അതിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ഷാനവാസ് ഇപ്പോഴായിട്ടോ അത് അറിയുന്നേ. ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞോന്ന്. അപ്പൊ എന്തായാലും ആ ഒരു കോയിന്റെ കാര്യത്തിലാണ് അങ്ങനെ പറഞ്ഞത്. എനിക്ക് ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു കോയിൻ ആയിരുന്നു, അതിപ്പോ കളഞ്ഞു പോയപ്പോ എനിക്ക് അങ്ങനെ ഭയങ്കര സങ്കടം തോന്നി, ഇവര് വില പേശിനൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ അതിലെടുത്ത് നോക്കുമ്പോൾ അതില് പറയുന്നുണ്ട് ഒന്ന് വില പേശി ഫണ്ടിനായിട്ട് എടുത്തു വെച്ചെന്ന് പറയുന്നുണ്ട്. ഷാനവാസ് പറയുന്നുണ്ട് കൂടുതൽ ചോക്ലേറ്റ് കിട്ടുമെന്ന് കരുതി ഞങ്ങൾ ഒരു ഫണ്ടിന് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരും അതിനെക്കുറിച്ച് സംസാരിച്ച് അതങ്ങ് കഴിഞ്ഞു കേട്ടോ. അല്ലാതെ ഇതൊന്നും വലിയ സംഭവങ്ങളായിട്ട്, അതെ വലിയ സംഭവങ്ങളായിട്ട് പോകുന്നില്ല. വലിയ സംഭവം ആക്കാം, ചില കാര്യങ്ങളൊക്കെ ഭയങ്കര സീനാക്കുന്ന ബിഗ് ബോസ് ആണ്. ഇത് വലിയ സംഭവം വേണമെങ്കിൽ ആക്കാം, അത് ബിഗ് ബോസിന്റെ ഇത് കണക്കിരിക്കും സീനാക്കണോ വേണ്ടയോ എന്നുള്ളത്. അടുത്ത ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഡിബേറ്റ് ആണ് നമ്മുടെ ലാലേട്ടൻ കൊടുക്കുന്നത്. അതായത് മാങ്ങയാണോ മാങ്ങ അണ്ടിയാണോ ആദ്യം ഉണ്ടായതെന്നുള്ള ഒരു ഡിബേറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതെ, ഉത്തരം കണ്ടുപിടിക്കാത്ത ഒരു ഡിബേറ്റ് ആണ് ലാലേട്ടൻ മുമ്പിൽ വെച്ചേക്കുന്നത്. അപ്പം ആര്യനെ വിളിച്ചിട്ട് ആര്യന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആര്യൻ പറയുന്നുണ്ട് അത് ഇപ്പം മാങ്ങ അണ്ടിയാണ്, സീഡ് ഇല്ലെങ്കിൽ ഇതുണ്ടാവില്ലല്ലോ, മരം ഉണ്ടാവില്ലല്ലോ ചോദിക്കുമ്പോ നമ്മുടെ ലാലേട്ടൻ ചോദിക്കും മരം ഇല്ലെങ്കിൽ സീഡും ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആര് പറയാ രണ്ട് മാങ്ങ തമ്മില് ഇല്ലില്ല ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് വരെ ആരുടെയൊക്കെ വിട്ട് കേട്ടോ. അതെ, അപ്പൊ അപ്പോഴത്തേക്ക് ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതിന് ഭയങ്കര ഗവേഷണം നടത്തി കണ്ടുപിടിച്ചൊരു വീഡിയോ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് നമ്മുടെ ആര്യന്റെ അത് ഭയങ്കര വൈറലായിരുന്നു കേട്ടോ. ആര്യന്റെ മാങ്ങാണ്ടി വീഡിയോ അതെ നല്ല വൈറലാണ്. അപ്പൊ അത് കാണിച്ചു കൊടുക്കും, നല്ല ചിരിക്കുന്നുണ്ട്. അതെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് പറയാനുള്ള ആര്യ തുറവാര് പറഞ്ഞു എനിക്കറിയില്ല ലാലേട്ടൻ, ഞാൻ ഭയങ്കര കൂടുതൽ വോട്ടൊക്കെ വാങ്ങി ഒരു കമ്പനി CEO ആയൊക്കെ ഇരിക്കാന്നൊക്കെ കരുതി ഞാൻ വന്നപ്പോഴത്തേക്ക് എന്നെ ഇവര് ബോധ വഴിക്കൊക്കെ ബാഗാടി എന്ന് വിളിച്ച് കളിയാക്കിയായിരുന്നു ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഈ പേര് ആരാ ആദ്യം ഇട്ടേന്ന് പറയുമ്പോൾ ഒണിയൽ എണീക്കുന്നുണ്ട്. അപ്പം ഒണിയൽ പറഞ്ഞ എന്താ പക്ഷെ വേറെ ഒന്നുമല്ല, ഈ ഒരു CEO ആയിട്ട് നമ്മുടെ ആര്യനെ മാംഗോ ജ്യൂസിന്റെ തെരഞ്ഞെടുത്തപ്പോ ഞാൻ പറഞ്ഞ പച്ച ഇതാണ് കാരണം മാങ്ങ ഉണ്ടാക്കുന്ന കമ്പനിയുടെ മാങ്ങാണ്ടി എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ, പക്ഷെ ഇവരൊക്കെ അത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കറുത്തമ്മ, അതായത് നമ്മുടെ ഗീസയിലും അനുവും എല്ലാം കൂടി അപ്പൊ അത് വെച്ചിട്ട് ഒരു കറുത്തമ്മ എന്നുള്ളൊരു ടാസ്ക് അല്ല കേട്ടോ, ജസ്റ്റ് ഒരു ഫണ്ണിന് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റോറൂമിൽ ഒരു ബൗളിൽ കുറെ പേപ്പേഴ്സ് ഇങ്ങനെ ഓരോ സിനിമ ഡയലോഗ്സ് എഴുതിയിട്ടുണ്ട്, അത് ഓരോരുത്തരും അതെ അനു വായിച്ചു കൊടുക്കും. അതിൽ ആര്യൻ അടിപൊളിയായിരുന്നു, ഫണ്ണായിരുന്നു കേട്ടോ ആര്യനും ഗീസയിലും, കാരണം ഇവർക്ക് മലയാളം അധികം അറിയില്ലല്ലോ. അപ്പം ഇത് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഫണ്ണായിട്ട് പോയി. ഇതിനിടയ്ക്ക് ലാലേട്ടന്റെ ഒരു ഡയലോഗും ലാലേട്ടൻ കാണിച്ചു, അതും പഴയ ഓർമ്മകളൊക്കെ കറക്റ്റ് തരുന്നതായിരുന്നു. ജിഷൻ കിടിലമായിട്ട് ചെയ്തിട്ടോ. എന്തായിരുന്നു താൻ എന്നോട് ചോദിക്കൂ ഞാൻ ആരാ താരാരാ അത്. അപ്പൊ അത് കിടിലമായിട്ട് ജിഷൻ ചെയ്തു കേട്ടോ. അപ്പൊ ജിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സീരിയസ് ആയിട്ട് അത് അതേപടി ചെയ്തു. പിന്നെ ആര്യനും ഗിസയിലും ഒക്കെ ഭയങ്കര ഫണ്ണായിട്ടുള്ള രീതിയിലായിരുന്നു. എന്തായാലും രസകരമായിട്ട് പോയി കേട്ടോ, അത് നല്ലതായിരുന്നു. പിന്നെ എന്തായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹാപ്പി കപ്പിൾസിന്റെ ആ ഒരു ടാസ്ക് കൊടുത്തല്ലോ, കാണുന്നില്ലായിരുന്നു. അങ്ങനെ ആര്യൻ തയ്ക്കാൻ പാടായിരുന്നു. അങ്ങനെ അത് ആരെ എടുത്ത് എന്നുള്ളത് കണ്ടുപിടിക്കാനായിരുന്നു ലാലേട്ടൻ അറിയാം ആരാ എടുത്ത് എന്ന്. അപ്പൊ ഇവരുടെ ഒക്കെ ചോദിക്കുന്നുണ്ട്, ആര്യന്റെ അടുത്ത് എണീറ്റ് നിർത്തി ചോദിക്കുന്നുണ്ട്. അപ്പൊ ആര്യനെ അറിയത്തില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞ നെവിനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ നെവിനെ വിളിച്ചു പറഞ്ഞു, കാര്യം എല്ലാ മോഷണത്തിന്റെ അവസാനം വന്ന് എത്തിയേക്കുന്നതും നെവിനിലാണല്ലോ. അങ്ങനെ നെവിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ നെവിൻ പറയുന്നുണ്ട് നെവിനല്ല എടുത്തേന്ന് പറയുന്നുണ്ട്, അറിയില്ല കേട്ടോ ഞാനത് കണ്ടില്ലായിരുന്നു. അപ്പൊ അതിന് ശേഷം ഒരു എലക്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ലാലേട്ടന്റെ കൈ ഇരിക്കുന്നതിൽ പേരൊന്നുമില്ല. അങ്ങനെ നമ്മൾ സ്പൈക്കുട്ടം വരുന്നു, സ്പൈക്കുട്ടം വരുന്നത് എടുത്ത് വായിക്കുമ്പോൾ നമ്മുടെ ജിഷൻ എവിക്റ്റഡ് ആണ്.
ജിഷന് ഭയങ്കര സങ്കടമായി. അത് കണ്ടപ്പോ എനിക്കൊക്കെ ശരിക്കും നല്ല സങ്കടം, കാരണം നല്ല കണ്ടന്റ് കൊടുക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ കുറച്ചു പേരെ എണ്ണിപ്പിച്ചിട്ട് നിർത്തിയിട്ടാണ് കേട്ടോ, കുറച്ചുപേരെ സേവ് ചെയ്തിട്ട്, ഒരു 5 പേരെ സേവ് ചെയ്തിട്ട് അതിൽ ജിഷൻ എഫക്റ്റഡ് ആയി. ജിഷൻ പുറത്തു വന്നു, ജിഷിന്റെ വീഡിയോ ഒക്കെ കാണിച്ചു. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ, ഒരുപാടുണ്ടായിരുന്നു വീഡിയോയിൽ കണ്ടന്റ് കാണിക്കാനായിട്ട്. കാരണം ആളൊരു 3 ആഴ്ച നിന്നിട്ടുള്ളൂ. അഗ്രഷൻ, ഹാപ്പി ആണെങ്കിൽ ഹാപ്പി, കോമഡി ആണെങ്കിൽ കോമഡി, അതുപോലെ ടാസ്ക് ആണെങ്കിൽ ടാസ്ക്, എല്ലാം ഉണ്ടായിരുന്നു ആളുടെ. അതായത് അവിടെ പലരും ഇത്ര നാൾ 50-55 നാൾ നിന്നിട്ടും ഇല്ലാത്ത അത്രയും കണ്ടന്റ് നമ്മുടെ ജിഷൻ ഉണ്ടായിരുന്നു കാണിക്കാനായിട്ട്. നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മുടെ ജിഷൻ ഔട്ടായി. ഭയങ്കര അൺഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആയിരുന്നു. വർക്കൊക്കെ തകൃതിയായിട്ട് നടക്കും ഈ സീസണില്. അവരുടെ അന്യായ കളിയാ കളിക്കുന്നത് വെളിയിൽ എന്തായാലും. അതുകൊണ്ട് അർഹതപ്പെട്ടവരൊക്കെ ചിലവർ പോകുന്നുണ്ട്, അനർഹരായിട്ട് ഇരിക്കുന്നവർ ഇരിക്കെ ബാക്കിയുള്ളവർ പോകുന്നുണ്ട്. അതെന്തായാലും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ബിബി അവാർഡ് നൈറ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനെ കുറിച്ച് ഓരോരുത്തർക്ക് കിട്ടിയ അവാർഡിനെ കുറിച്ചൊക്കെ നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഓരോരുത്തർക്ക് കിട്ടിയ അവാർഡും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് അതിനെ കുറിച്ചൊക്കെ ചോദിച്ചത്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇതെന്ന് വെച്ചാൽ അനീഷിന് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ബിബി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി വരുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തണമെങ്കിൽ അത് അനീഷ് ആയിരിക്കും. അതെന്താണെന്നുള്ള ചോദിക്കുമ്പോൾ ഗിസില പറയുന്നുണ്ട് 5 വർഷം ലീവ് എടുത്ത് നിന്ന് സ്ട്രാറ്റജി ഒക്കെ പഠിച്ചിട്ട് വന്ന ആർക്കുള്ളൂ എന്ന് പറയുന്നത്. അപ്പം മനീഷ് പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഒരിക്കലും സ്ട്രാറ്റജി പഠിച്ച് വന്നിട്ടില്ല. സ്ട്രാറ്റജി പഠിച്ച് വരികയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഒത്ത് ഇവരെല്ലാവരും അതേ രീതിയിൽ നിന്നെങ്കിലല്ലേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. ലിസ്റ്റ് ഫില്ല് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അനു ലിസ്റ്റ് ഫില്ല് ചെയ്തിട്ടില്ലായിരുന്നു ഒരെണ്ണം. അതായത് ചൂല് അല്ലേ, ചൂല് വെളിയിൽ ഇറങ്ങി ചൂലെടുത്ത് എല്ലാരും അടിക്കുന്ന ആരായിരിക്കും, സ്വീകരിക്കുന്ന ആരായിരിക്കും, ചൂല് വെച്ച് സ്വീകരിക്കുന്ന ആരായിരിക്കും, ആ കോളത്തിൽ അനു ഫില്ല് ചെയ്തില്ലായിരുന്നു. അതെന്താ ഇതൊരു ഫണ്ണായിട്ട് എടുക്കണ്ടേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അനുവിനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അതെ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എവിക്ഷൻ ആണ് നടക്കുന്നത്. അതായത് നമ്മുടെ ഒരു ആക്ടിവിറ്റി ഏരിയയിൽ കുറെ കാർഡ്ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവർ 5 പേരെന്ന് പറഞ്ഞത് ഗിസയിലും അക്ബറും സാബുമാനും അഭിലാഷും ആദിലയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇവർ 5 പേരും കൈകോർത്ത് പിടിച്ച് നിൽക്കണം. ഓരോ ബോക്സും ബിഗ് ബോസ് പറയുമ്പോൾ ചാടണം. ഈ പൊട്ടുന്ന ആള് സേവ് ആവും, പൊട്ടാത്ത ആള് എവിക്റ്റ് ആവും. അങ്ങനെ ഓരോന്നോ ചാടുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ സാബുമാനും അഭിലാഷും വന്നു. എനിക്ക് തോന്നുന്നു സാബുമാനും അഭിലാഷും വന്നപ്പം അഭിലാഷ് എന്തായാലും വിചാരിച്ചാണ് സാബുമാനായിരിക്കും പോകുന്നതെന്ന് വിചാരിച്ച് നിന്നായിരിക്കും. പക്ഷെ ചാടുന്നു. നമ്മുടെ അഭിലാഷിന്റെ പെട്ടി പൊട്ടുന്നില്ല, സാബുമാന്റെ പെട്ടി പൊട്ടി. അങ്ങനെ അഭിലാഷ് എവിക്റ്റഡാവുന്നു. വീട്ടുകാരെല്ലാവരും ഞെട്ടി അയ്യോ എന്നെ വെച്ചു. ഓണിയലില് ഭയങ്കര ഷോക്കായി പോയി. എല്ലാരും ഷോക്കായി പോയി. എനിക്കൊന്നും അതാ ഞാൻ പറഞ്ഞ, അഭിലാഷ് ആഞ്ഞ് ചാടി. പൊട്ടത്തിലെന്ന് പറഞ്ഞിട്ടായിരിക്കും ആഞ്ഞ് ചാടിയത്, പക്ഷെ അത് പൊട്ടിയങ്ങ് പോയി. ഞാൻ അങ്ങനെ അഭിലാഷം ശരിക്കും ഞെട്ടി. എന്തായാലും അഭിലാഷം ഔട്ടായി പോയി. എന്തായാലും അപ്പൊ ഇവിടെ അഭിലാഷ് ഔട്ടായി പോകുമ്പോ ഉണിയിലും അക്ബറും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അക്ബർ പറയുന്നുണ്ട്, അഭിലാഷ് നല്ലൊരു ഗെയിമർ ആയിരുന്നില്ലേ, ഇവിടെ ലക്ഷ്മിയും ആദിലയും നൂറയും സാബുമാനും ഒക്കെ ഇരിക്കുമ്പോൾ പോകാനുള്ള ഒരാളായിരുന്നു അഭിലാഷ് എന്ന് ചോദിക്കുന്നുണ്ട്. ഒരിക്കലും അല്ലായിരുന്നു. നൂറ ഗെയിം കളിക്കുന്നുണ്ട് കേട്ടോ. നൂറ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും നൂറ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. അവിടെ ആദിലയും അതായത് നൂറയുടെ ഗെയിം എന്നത് കുതന്ത്രങ്ങൾ. ആൾക്കറിയാം എങ്ങനെ നിൽക്കണമെന്നുള്ളത്. അനുവിന്റെ കണക്ക് തന്നെ എങ്ങനെ ഗെയിം കളിക്കണം, എന്തൊക്കെ കണ്ടന്റ് എടുക്കണമെന്ന് നൂറയ്ക്ക് നന്നായിട്ട് അറിയാം. അതെ, അത് നമ്മുടെ ഇന്നലെ അനീഷിന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്. അനീഷിന് അങ്ങോട്ട് ഫാൻ സോണിൽ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ നൂറയുടെയും ഒരു തിരിക്കലുണ്ടായിരുന്നു പെട്ടെന്നുള്ളത്. അത് ആദിലേനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു മാറ്റുന്നുണ്ട് ആള്. അപ്പൊ എന്തായാലും അവര് ആദില പോണം. അതേപോലെ തന്നെ സാബുമാനും ലക്ഷ്മിയും ഗിസയിലും ഒക്കെ നിൽക്കുമ്പോൾ നമ്മുടെ അഭിലാഷ് പോവേണ്ട ആളല്ലായിരുന്നു. ഒരു ഗെയിമും ഇല്ല. അരിന്റെ പുറകിടക്കുക, കുറെ ചപ്പാത്തി ഉണ്ടാക്കുക, കോഫി ഉണ്ടാക്കുക, ഇതേ ഉള്ളൂ ഇല്ലേ? ആ ഒരു കണ്ടന്റേ ഉള്ളൂ പുള്ളിക്കാരിക്ക്. എന്തായാലും ആവുമെന്ന് അറിയത്തില്ല. അങ്ങനെ എന്തായാലും അഭിലാഷ് വരുന്നുണ്ട്. അഭിലാഷ് വരുന്നു, അഭിലാഷിന്റെ വീഡിയോ പ്ലേ ചെയ്യുന്നു, അഭിലാഷ് എവിക്റ്റ് ആവുന്നുണ്ട്. ഇപ്പൊ വീട്ടുകാരെ കാണണമെന്ന് പറയുമ്പോൾ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കാത്തൊരു എവിക്ഷൻ ആണ് നടന്നത്. നിങ്ങൾ പലരും അവിടെ, അതായത് അക്ബർ പറയുന്ന കേട്ടു, നല്ലൊരു ഗെയിമർ ആയിട്ട് പോലും എവിക്റ്റ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല പുറത്ത് ആൾക്കാർ കാണുന്നത്. നിങ്ങൾ അവിടെ സ്വയം അത് ഒണിയലിനോട് വിളിച്ചു പറഞ്ഞിട്ടോ. ഒണിയൽ വിചാരിച്ചിരുന്നോ? അപ്പൊ ഒണിയൽ പറയുന്ന ഒരിക്കലും ഇല്ലെന്ന് പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കും നിങ്ങൾ അവിടെ നല്ലൊരു ഗെയിമർ ആണെന്ന്. പക്ഷെ അങ്ങനെ ആർക്കില്ല പുറത്തുള്ളവർ കാണുക. മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കിട്ടരുത് എന്ന് ആലോചിച്ചിരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഗെയിം കളിക്കാൻ നോക്കൂ എന്ന് പറഞ്ഞു. അത് ഒണിയലിനെ വിളിച്ച് പറഞ്ഞത് ഒണിയലിന് ഒരു ഹിന്റ് കൊടുത്തതാണ്, ഡയറക്റ്റ് ഹിന്റാണ് കൊടുത്തത്. കാരണം
ഞാൻ മുന്നേ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചില്ലെങ്കിലും ലൈവില് ഈ ഒണിയലും അഭിലാഷും കൂടി ഒന്ന് സംസാരിക്കുമ്പോൾ അവരാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ ഗെയിമേഴ്സ് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഓവർ കോൺഫിഡൻസ് ഒന്നും നിർത്താനാണ്. പിന്നെ അത് മാത്രമല്ല, ലൈവില് കാണുന്നവരെല്ലാം അവര് ഇങ്ങനെ ഈ ഒരു ഡയലോഗ് കൊണ്ട് വെറുപ്പിച്ച്. പിന്നെ അഭിലാഷിനാണെങ്കിൽ എപ്പിസോഡിലൊന്നും കാണത്തേ ഇല്ല. അതെ, അതൊന്ന്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഒനിയലിന്റെ ഷാഡോ ആയി പോയി. പിന്നെ അഭിലാഷ് ഒരു വട്ടേ വന്നിട്ടുള്ളൂ എവിക്ഷനില്, നോമിനേഷൻ ലിസ്റ്റില്. ഇപ്പോഴാണ് വന്നത്. അതാണ് ഹൗസിൽ ഫുൾ ആൾക്കാരുണ്ടായിരുന്നപ്പോ വന്നിരുന്നു. രണ്ടാമത് ഇപ്പോഴാണ് വരുന്നത്. ഇടയ്ക്ക് എവിക്ഷൻ വന്നാലേ ആളുകൾ, അതായത് എന്താന്ന് വെച്ചാൽ നമ്മൾ എവിക്ഷനിൽ എപ്പോഴും വന്ന് നിൽക്കണം. നമ്മൾ ലൈവായിട്ട് എപ്പോഴും വന്ന് വെറുതെ നിന്നാ പോരാ, നമ്മൾ കണ്ടന്റും കൊടുക്കണം, നമ്മൾ വന്ന് നിൽക്കണം. അപ്പോഴായിരിക്കും ആൾക്കാർക്ക് നമ്മളെ ഓർമ്മയിൽ ഇരിക്കൂ. ഇത് വരാതിരുന്ന് വരുമ്പോ ചിലരങ്ങ് വിട്ടുപോകും. അങ്ങനെ ഒരു കാര്യം ഉണ്ട്. സ്ഥിരം വോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കുത്താൻ നോക്കത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നോക്കേണ്ടത്. അങ്ങനെ നമ്മുടെ അഭിലാഷും എവിക്റ്റായി. ലാലേട്ടൻ പറയുന്നുണ്ട് അടുത്ത ആഴ്ച ഫാമിലി വീക്കാണ്, അവർക്കൊരു സർപ്രൈസ്, വീട്ടിലുള്ളവർക്കൊരു സർപ്രൈസ്. ആരൊക്കെ വിഷമിക്കും, ആരൊക്കെ കരയും, ആരൊക്കെ ചിരിക്കും, സന്തോഷിക്കും എന്നൊക്കെ കാണാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോ അത് കഴിഞ്ഞിട്ട് വീട്ടിലിങ്ങനെ നമ്മുടെ ഒണിയൽ, ബിന്നി, അനു, ആദില, നൂറ എല്ലാം കൂടി ഇരുന്ന്, ഒണിയലാണല്ലോ ക്യാപ്റ്റൻ, ഒണിയലിന്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മുടെ ഗിസൈനിലെ മാരിന്റെയും പുതപ്പും കൂടെ എടുക്കണം. അവര് അതില്ലാതെ കിടക്കണ്ട. ആ ഒരു ബ്ലാങ്കറ്റ്സ്, അതായത് 3 ബ്ലാങ്കറ്റ്സ് അവരുടെ കയ്യിലുണ്ട്. ഒന്ന് ഗിസൈനിലെയും ഒന്ന് ആര്യന്റെയും, പിന്നെ എക്സ്ട്രാ ഒരെണ്ണം കൂടെ. അതെ, ഷാനവാസും ഒക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എടുക്കണം. അതായത് നമ്മുടെ ജിഷനും അഭിലാഷും എവിക്റ്റായല്ലോ, അപ്പൊ അവരുടെ കൊടുക്കുമ്പോ എല്ലാവരുടെയും ബിഗ് ബോസ് ചോദിച്ചു, എക്സ്ട്രാ ഉള്ളതെല്ലാം ചോദിച്ചു എന്ന് പറഞ്ഞ് വാങ്ങണമെന്ന് പറയുന്നുണ്ട്. ഇവിടെ അനു പറയുന്നുണ്ട് ഇന്ന് അവർ പുതപ്പിൽ കിടന്നുറങ്ങുന്ന 3 പുതപ്പ് എക്സ്ട്രാ പുതപ്പും വെച്ച് കിടന്നുറങ്ങുന്ന കാണണമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ അനു എല്ലായിടത്തും ചോദിക്കുന്നുണ്ട്. ഷാനവാസിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നത് ഞാൻ തരത്തില്ല, എന്തിനാ തരണ്ടേ, അതൊന്നും അങ്ങനൊന്നും തരാൻ പറ്റത്തില്ല, എക്സ്ട്രാ ഉള്ള അവരുടെ വേണമെങ്കിൽ എടുത്തോണ്ട് പോക്കോ. അതായത് ജിഷിന്റെയും എവിക്റ്റായവരുടെ എടുത്തോ, അല്ലാതെ ഒന്നും ചോദിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. ഈ ആര്യന്റെ പുതപ്പൊന്നും അനു എടുത്തുകൊണ്ട് പോവുക, ആര്യൻ അത് വലിച്ച് തിരിച്ചു വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ആര്യം പറയുന്നുണ്ട് ഇത് നിന്റെ പ്രോപ്പർട്ടി ഒന്നും അല്ലല്ലോ, ബിഗ് ബോസ് എന്നതല്ലോ, ഒരു പുതപ്പല്ലേ, ആവശ്യമില്ലാത്ത ഒന്നും കാണിക്കാതെ ഇതിനൊക്കെയാണോ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ആര്യം പറയുന്നുണ്ട്. അപ്പോ ഗിസയില് പറയുന്നുണ്ട് ഇപ്പൊ അങ്ങനെ എക്സ്ട്രാ ഉള്ള പുതപ്പ് എടുക്കാനാണെങ്കിൽ നീ ഒരു 5-6 പെട്ടി വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. അതായത് ഇത് എന്തോ ഇതിന്റെ പേര്, ബാസ്ക്കറ്റ് വാങ്ങി കൈ വെച്ചിട്ടുണ്ടല്ലോ, അത് ആദ്യം കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറയുമ്പോൾ അനുമിണ്ടുന്നില്ല. പക്ഷെ ഇതൊക്കെ ഭയങ്കര ചീപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. പിന്നെ ഇതേപോലെ തന്നെ അനു ബെഡിൽ കിടന്നിട്ട് അല്ല, അപ്പൊ അപ്പോഴത്തേക്ക് ഷാനവാസ് അക്ബറിനോട് പറയുന്നുണ്ട് ഇത് അതല്ല, ഇത് വേറെ സംഭവമാണെന്ന് പറയുമ്പോൾ അക്ബർ പറയുന്നത് കണ്ണടിയാണ് എന്നുള്ളത് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അനു ബെഡിൽ കിടന്നിട്ട് ഷാനവാസിന്റെ അടുത്ത് പറയുന്നുണ്ട് ഇവിടെ പലതും കണ്ട് സഹിച്ചാണ് ഞാൻ കിടക്കുന്നത്. ഞാൻ പറഞ്ഞപ്പോ എല്ലാവർക്കും പ്രശ്നമായിരുന്നു. ഇപ്പം അക്ബർ സഹിതം പറഞ്ഞല്ലോ അവരുടെ ഫ്രണ്ട്ഷിപ്പ് അല്ല, അതിന് മേലിൽ എന്താ ഉണ്ടെന്ന്. എന്നിട്ട് ആര്യൻ അത് റൂട്ട് തിരിച്ചങ്ങ് വിടുകയാണ്. എനിക്കൊന്നും ഇനി ഇതിൽ പറയാനില്ല, ഞാൻ പറഞ്ഞതാ ശരിയെന്ന് തെളിഞ്ഞു. അതെ, അപ്പം ഷാനവാസ് പറയുന്നുണ്ട് നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പറയാം, എന്തിനാ ഈസി ആയി പണി നോക്കി നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ കിടക്കാൻ ബുദ്ധിമുട്ട് എനിക്ക് അറിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഷാനവാസ് എന്നാ പിന്നെ ആ മൂലയിൽ പോയി അവിടെയൊക്കെ ബെഡ് കിടപ്പുണ്ടല്ലോ, സമാധാനമായിട്ട് കിട. അപ്പൊ അവിടെ പോയി കിടക്കുമ്പോ എനിക്കൊരു നെഗറ്റീവ് ആണെന്നാണ് പറയുന്നത്. ഇവിടെ കിടക്കുമ്പോ പോസിറ്റീവ് ആണല്ലേ, നല്ല പോസിറ്റീവ് എനിക്കറിയാൻ കേട്ടാ അനു എന്ത് ചീപ്പാണ് ഈ കാണിക്കുന്നത്. അതും ഈ 56-57 അല്ല, അത് മാത്രല്ല ഇതിപ്പോ 56-57 ദിവസമായി സ്വന്തം കാര്യം നോക്കി സ്വന്തം ഗെയിം കളിച്ച് പൊക്കൂടി. ഇമാതിരി ചീപ്പ് കാര്യത്തിലൊക്കെ കേറി പിടിച്ചിട്ട് അല്ല, ഇനിയിപ്പോ ഈ ആഴ്ചത്തേക്കുള്ള കണ്ടന്റിനൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോ വീട്ടുകാരൊക്കെ വന്ന് പോകുന്നോണ്ട് ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. വരുന്ന വീട്ടുകാർ എന്തെങ്കിലും ബുദ്ധി ഉപദേശിച്ച് അനുവിന് കൊടുക്കുമായിരിക്കും, എന്തെങ്കിലും ഹിന്റ് ഒക്കെ കൊടുക്കും. മിക്ക വീട്ടുകാരിലും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും ഇന്ന ഹിന്റ് തരണം ഇന്ന ഹിന്റ് തരണോ, അത് അവർ വന്ന് പറഞ്ഞോളൂ, അത് വിഷയിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ ഗിസയിലും ആര്യനും ഷാനവാസും അനീഷും കൂടി ഇരിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഗിസയിൽ പറയുന്നുണ്ട് അത് അങ്ങനെയാണ്, ഇവിടെ എല്ലാവരും നിൽക്കുമ്പോൾ ചിലപ്പോൾ ലവ് ഒക്കെ തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസ് പറയുന്നത് എന്നാ പിന്നെ അതങ്ങനെ ക്ലിയർ ആയിട്ട് പറയാം, ക്ലിയർ ആയിട്ട് പറയുമ്പോൾ പ്രശ്നം തീരുമല്ലോ എന്ന് പറയുമ്പോൾ അവരൊന്ന് ക്ലിയർ ആയിട്ട് പറയാനും വേണ്ടി അങ്ങനെ ഒന്നും അധികം ഇല്ല. അപ്പൊ ആരും പറയുന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കാ, എനിക്ക് എന്നോ ഫ്രണ്ടിന്റെ മേളിൽ എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ,
പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ അത് പറയാനുള്ള മൂഡും കാര്യങ്ങളൊന്നും അല്ല ഇവിടെ എന്ന് പറഞ്ഞു. ഇപ്പം എനിക്കതിൽ പറയാനുള്ള അവര് തന്നെ അത് ക്ലിയർ ചെയ്യുന്നുണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നത് ആരും തന്നെ പറയുന്നുണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പിന് മേളിലാണ്, അത് എന്താണെന്നുള്ളത് ഇപ്പോഴും അറിയില്ല. ഇനിയിപ്പോ ഐ ലവ് യു പറയിപ്പിച്ചിട്ട് ഇവരെ ഒന്നിപ്പിച്ചിട്ട് ബാക്കി ആർക്ക് എന്താണ്? അതെ, അവര് എന്തെങ്കിലും ചെയ്തോട്ടെ, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. അവര് ലവ് സ്ട്രാറ്റജി എടുത്തിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണിക്കുകയോ നമ്മളെ പ്രേക്ഷകരിലേക്ക് അവര് ലവ് ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് പല ചേഷ്ടകൾ കാണിക്കുക, അങ്ങനെയുള്ള ഒന്നും തന്നെ അവിടെ ഇല്ല. പിന്നെ എന്താണ് പ്രശ്നം? അതെന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ, നമുക്ക് അലവസരപ്പെടുത്തുന്ന എന്തെങ്കിലും കാണുവാണെങ്കിൽ ഓക്കെ, ഇവർക്ക് അത് പറയാനും സംസാരിക്കാനും ഒക്കെ ഉള്ള റൈറ്റ്സ് ഉണ്ട്. ഇത് ചുമ്മാ അങ്ങോട്ട് അകത്തോട്ട് പുതപ്പിന് അടിയിലും കയറി സംസാരിക്കണോന്നുള്ളത് അത് വല്ലാത്തൊരു. അതെ, ഇവിടെ അനീഷ് പറയുന്നുണ്ട് എനിക്ക് അവരുടെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബോണ്ടിങ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടായിട്ട് തന്നെ തോന്നിയിട്ടുള്ളൂ, വേറെ ഒന്നും തോന്നിയിട്ടില്ലെന്ന് അനീഷ് പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അനീഷും ഷാനവാസും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ടോക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് അനീഷ് ഭയങ്കര ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഷാനവാസിനെ ഫ്രണ്ടായിട്ട് സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. അത് അനീഷിന്റെ ഇന്നത്തെ വാക്കുകളിലുണ്ടായിരുന്നു. പക്ഷെ ഷാനവാസ് തിരിച്ചെങ്ങനെയാണോ ഉള്ളത് എന്നുള്ളതിൽ ഒരു ചെറിയ ഡൗട്ട് ഇല്ലാതില്ല. കാരണം പല ഷാനവാസിന്റെ രീതികളും അനീഷിനെ യൂസ് ചെയ്യുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. ഭയങ്കര പാടാ. ഗെയിമും ക്യാരക്ടറും ഇപ്പൊ പറയുന്നല്ല ആള് പിന്നെ പറയുന്നത് വേറെ രീതിയില്ല, ഗെയിം മാറ്റി മാറ്റി. അതായത് നമ്മുടെ അനീഷ് പറയുന്നുണ്ട് എനിക്ക് ഞാൻ ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ആത്മാർത്ഥ സുഹൃത്തായിട്ട് നിന്നെ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് പുറത്തിറങ്ങിയാലും കുറേ നല്ല കണക്ഷൻസിൽ ഒന്നായിട്ട് എപ്പോഴും എന്റെ കൂടെ നീ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനീഷ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ പുറത്തിറങ്ങിയിട്ട് മതി ഈ ഫ്രണ്ട്ഷിപ്പും ഇതൊക്കെ. ഗെയിം കളിക്കാൻ നോക്കൂ. 5 വർഷം ലീവ് എടുത്ത് വന്നിരുന്നതാണ്. ഫ്രണ്ട്ഷിപ്പിൽ കൊണ്ട് കുളവാക്കി ലാസ്റ്റ് കല ഉടച്ചിരിക്കരുത്. ഈ ഒരു അനീഷ് ഷാനവാസ് എന്നുള്ള ഒരു ഫ്രണ്ട്ഷിപ്പില് ഇതില് ഒരു ബെനിഫിറ്റ് കിട്ടുക ഷാനവാസിന് മാത്രമാണ്. നമ്മുടെ അനീഷിന് ഒരു ബെനിഫിറ്റ്. അനീഷ് മെയിൻ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ലാലേട്ടൻ ചോദിക്കുമ്പോഴേ അല്ലെ മെയിൻ കാര്യം വരുമ്പോ ഷാനവാസിന്റെ മാറിപ്പോന്ന് പറയുന്നുണ്ട്. അതെന്റെ കാര്യം, അത് വിട്, പക്ഷെ പറയാൻ പറ്റൂല. ഷാനവാസിന്റെ എനിക്ക് പലപ്പോഴും ഈ ഷാനവാസിന്റെ അനീഷിനോടുള്ള പരിഭവം പറച്ചിലും കാണുമ്പോഴേ നമ്മൾ ഈ ലവേഴ്സ് ഒക്കെ ഇങ്ങനെ ഇരുന്ന് ഓർക്കുമ്പോൾ അതിപ്പോ അങ്ങനെ തോന്നാനായിട്ടുള്ള ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ലവ് മാരേജ് ആണ്. അപ്പം ഞങ്ങൾ പിണങ്ങി കഴിയുമ്പം ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭവം പറയാം. ഞാൻ ഇങ്ങനെ പരിഭവം പറയുന്ന രീതിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഷാനവാസ് ഓരോ കാര്യങ്ങൾ അനീഷിനോട് പരിഭവമായിട്ട് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുമ്പോൾ എനിക്കും തോന്നുന്നത് അങ്ങനെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര ക്രിഞ്ചാണത്, പറയാതിരിക്കാൻ വയ്യ. കാണുമ്പോ തന്നെ എന്നിങ്ങനെ നമുക്ക് തോന്നും കേട്ടോ. അപ്പൊ എന്തായാലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും പുറത്തു പോയിട്ട് അത് ഏറ്റവും നല്ലൊരു ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയത് ഇന്നലെ ആ കോയിന്റെ കാര്യത്തില് ഷാനവാസ് പറഞ്ഞല്ലോ എന്റെ കയ്യിലാണ് നിന്റെ കോയിൻ എന്ന് പറയുമ്പോൾ അനീഷിന്റെ ഒരു ചിരി ഉണ്ടല്ലോ. നിഷ്കളങ്കരായ ഒരു മനുഷ്യനാണ്. അതേപോലെ തന്നെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സംഭവമാണ് അനീഷിനെ കിട്ടിയ ഡയറി മിൽക്ക്. അനീഷ് എല്ലാവർക്കും അത് കണ്ടിട്ടുണ്ടായിരുന്നോ? ലൈവിലായിരുന്നു കേട്ടോ. അത് നമ്മുടെ TV ഷോയിൽ ഇട്ടിട്ടില്ലായിരുന്നു. അനീഷ് ഓരോരുത്തർക്കും ഈ ഡയറി മിൽക്ക് 3 സിൽക്കാണ് കേട്ടോ ഡയറി മിൽക്കിന് കിട്ടിയത്. അപ്പൊ ഒരാൾക്ക് 5 പീസ് വെച്ചിട്ട് അനീഷ് കൊടുക്കാന്ന് ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആര്യന് കൊടുക്കുമ്പോൾ ആര്യൻ വന്നൊരു ഉമ്മ കൊടുത്തിട്ട് പോകുന്നുണ്ട്. അതേപോലെ അക്ബറിന് കൊടുക്കുമ്പോൾ അക്ബർ ഒരു ഉമ്മ കൊടുത്തു നമ്മുടെ അനീഷിന്. അതൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മൊമെന്റ്സ് ആയിരുന്നു കേട്ടോ. അപ്പൊ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എനിക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അനീഷ് പറയുന്നത് ഉണ്ട് ഞാൻ തരാന്ന് പറയുമ്പോൾ ബിഗ് ബോസ് പറഞ്ഞത് വേണ്ട എനിക്ക് എന്നെ ഓർത്തല്ലോ അത് മതി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അനീഷിന്റെ കുറെ മൊമെന്റ്സ് ഉണ്ട് കേട്ടോ. ആളെന്തായാലും ശുദ്ധനായ ഒരു മനുഷ്യനാണ്. പിന്നെ ഇച്ചിരി പിടിവാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ശുദ്ധതയാണ് ആളുടെ. അങ്ങനെ കൂട്ടാം. എന്തായാലും ഇങ്ങനെ തന്നെ ആയിരിക്കുന്നു വിചാരിക്കുന്നു. അറിയില്ല ഇനി ഗെയിമാണോ എന്താണെന്നറിയില്ല. എന്തായാലും കാണാം, മുന്നോട്ട് പോകാം. അടുത്ത ആഴ്ച ഇനി ഫാമിലി വീക്കാണ്. അതെന്തായാലും ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും നമുക്ക്. ഓരോരുത്തരുടെ ഫാമിലി വരുമ്പോൾ ഇനി ഓരോരുത്തരുടെ ഫാമിലി വന്നിട്ട് ഗെയിം ഒക്കെ മാറുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കഴിഞ്ഞ സീസണിൽ വെച്ച് നമുക്ക് ഇന്ന ഫാമിലിയെ കാണണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആരും എനിക്കും ആരുമില്ല. അതിലേടെ ഫാമിലി വന്നാൽ നന്നായിരിക്കും എന്നുള്ളൊരു തോന്നലേ ഉള്ളൂ. അല്ലാതെ കാണണം നമുക്കത് കാണാം. പിന്നെ നമ്മുടെ മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ തമിഴിലും ഇല്ലായിരുന്നു കേട്ടോ. ഹിന്ദിയിലുണ്ട്, നമ്മുടെ തമിഴിലും അതേപോലെ മലയാളത്തിലും ഒന്നും ഇല്ലായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് ഒരാഴ്ച നമ്മുടെ ബിന്നിയുടെ ഫാമിലി വന്ന് നിൽക്കുന്നത്. മിക്കവാറും ബിന്നിയുടെ ഹസ്ബൻഡ് ആയിരിക്കും ആളൊരു സീരിയൽ ആക്ടറൊക്കെ ആണ് കേട്ടോ. ഫണ്ടായിരിക്കും വരുമ്പോൾ എന്തായാലും നമുക്കത് കാണാം.
ലാസ്റ്റ് പിടിച്ച കണ്ടസ്റ്റന്റ് ആക്കുമെന്ന് അറിയത്തില്ല ബിഗ് ബോസ് വൈൽഡ് കാർഡ് എന്ന് പറഞ്ഞിട്ട് പറയാൻ ബിഗ് ബോസിന്റെ കാര്യമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അതെ, ഈ സീസൺ എങ്ങനെയെങ്കിലും ഒന്ന് പച്ച പിടിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യും ബിഗ് ബോസ്. ഓക്കെ, എന്തായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ അടുത്ത എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും. ബൈ.